പിന്നെ പറയണം. പൃഥ്വിയേക്കാൾ 2-3 വയസ്സല്ലേ പൂർണിമയ്ക്ക് കൂടുതലുള്ളൂ. എന്നിട്ട് അവന്റെ കല്യാണം നടത്തിയതും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതും പൂർണിമയല്ലേ? അത് മാത്രോ, ഇപ്പതേ കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞുള്ള ചടങ്ങുകൾ പോലും നോക്കിയും കണ്ടും ചെയ്യുന്നു. ഞാൻ എന്റെ വീടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ എന്തിനാ ഇത്ര വലിയ കാര്യങ്ങളായിട്ട് കാണുന്നത്? ഇതൊക്കെ എല്ലാ വീട്ടിലും ചെയ്യുന്നതല്ലേ? അവര് പറയുന്നതിൽ കാര്യമുണ്ട് മോളെ. നീയാണ് ഈ വീടിന്റെ നട്ടല്. എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് എന്റെ മോള് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവളുടെ ജീവിതോ, ഇവൾക്കൊരു ജീവിതമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാണുമ്പോ എനിക്ക് നല്ല വിഷമുണ്ട്. ഏതെങ്കിലും രീതിയിൽ സഞ്ജയുമായി യോജിച്ചു പോകാൻ പറ്റെങ്കിൽ അത് ചെയ്യണം. അതിനു വേണ്ട കാര്യങ്ങൾ ദേവേട്ടന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യണം. അമ്മ, എന്തിനാ അമ്മ? വേണ്ട, ആ കാര്യത്തെക്കുറിച്ച് ഇനി ഒരു സംസാരം ഈ വീട്ടിൽ വേണ്ട. എനിക്ക് ജീവിക്കാൻ ഒരു കൂട്ട് വേണമെന്നില്ല. എന്റെ ലൈഫിനൊരു ലക്ഷ്യമുണ്ട്. അതെന്റെ മോളാ. അവക്ക് വേണ്ടി ഞാൻ ജീവിക്കും. പിന്നെ ഞാൻ തനിച്ചല്ലല്ലോ, എന്റെ കൂടെ നിങ്ങൾ എല്ലാരും ഇല്ലേ. എനിക്കത് മാത്രം മതി. പൂർണിമയുടെ കാര്യത്തിലും ചേച്ചിക്ക് ഒരു ടെൻഷനും വേണ്ട. ഇവളുടെ കാര്യത്തിൽ എന്താ വേണ്ടതെന്നും എന്താ വേണ്ടാത്തതെന്നും ഇവൾക്കറിയാം. അതെ അതെ. അല്ലെങ്കിലും ഈ പൊട്ടിപ്പോയെന്ന് നമ്മൾ കൂട്ടിച്ചേർക്കരുത്. എത്രയൊക്കെ ഏച്ചി കിട്ടിയാലും അതിങ്ങനെ മുഴച്ചു തന്നെ നീ. എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞത്. എന്തിനാണെന്നോ? ഞാൻ ഈ വീട്ടിലെ ആരാ? എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തുറന്നു പറ, എന്നാലല്ലേ ഞങ്ങക്ക് മനസ്സിലാവൂ. ശരി, പറയാം. എന്റെ മകനാണല്ലോ പൃഥ്വി. ആ കാര്യത്തിൽ ആർക്ക് സംശയമൊന്നുമില്ലല്ലോ. എന്റെ മോന്റെ കല്യാണക്കാര്യത്തിൽ എനിക്ക് യാതൊരു സ്ഥാനം തന്നില്ല. ഒരു കാര്യത്തിലും എന്നോട് അഭിപ്രായം ചോദിച്ചില്ല. ഇപ്പതാ വിരുന്നിന്റെ കാര്യത്തിലും എന്നോടൊന്നും പറഞ്ഞില്ല. വിരുന്നിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ എനിക്കെന്താ അറിയില്ലേ? നിങ്ങൾക്കാർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയാ ഞാനതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. അല്ല, എന്നെ കൊച്ചാക്കാൻ വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്. അശ്വതിയുടെ മുന്നിൽ നീയാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നേന്ന് തോന്നലുണ്ടാക്കാൻ. അതാ നിന്റെ ലക്ഷ്യം. ചന്ദ്ര, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ ചെറിയമ്മ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ നാടകമൊന്നും എന്റെ മുന്നിൽ വേണ്ട. നീ എന്തുദ്ദേശം ചെയ്തെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോ ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. മക്കൾക്ക് വേണ്ടി അമ്മമാര് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. എന്റെ മോനെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സാധിച്ചെടുക്കാൻ എനിക്ക് അവനൊരാളെ ഉള്ളൂ. പൂർണിമയുടെ ഇഷ്ടത്തിന് നോക്കി വളർത്താനും കാര്യങ്ങൾ ചെയ്യാനും സ്വന്തം ഒരു മോളുണ്ടല്ലോ. പിന്നെന്താ? ചന്ദ്രമതി, നീ നിർത്ത്. പറഞ്ഞു കാട് കയറാതെ. നിങ്ങൾ ഒരാളാ ഇതിനെല്ലാത്തിനും കാരണം. ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോ എല്ലാം എന്റെ വാടപ്പിക്കും. പൂർണിമ നിങ്ങളുടെ അമ്മയൊന്നും അല്ലല്ലോ ഇങ്ങനെ പേടിക്കാൻ. ചെറിയമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയനും ഈ വീടിനു വേണ്ടി എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. അതൊന്നും എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇതിന്റെ പിന്നിൽ നിനക്ക് ഈ വീടിനോടുള്ള സ്നേഹമൊന്നുമല്ല, എല്ലാം അടക്കി പാടാനുള്ള ആർത്തി. ചന്ദ്രമതി, വേണ്ട. ഇതുവരെ നീ എന്റെ മോളെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിന്നു. പക്ഷേ ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ എന്റെ തനി സ്വഭാവം നീ അറിയും. വേണ്ടമ്മേ, ചെറിയമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇതൊക്കെ കേൾക്കുന്നത് നിനക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഇവള് പറയുന്നത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് മകളെ ഒന്ന് ഉപദേശിക്കണം. അവള് സ്വന്തം ജീവിതം വേണം ജീവിക്കാൻ, അല്ലാതെ മറ്റുള്ളവരുടെ ലൈഫിലല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈകടത്താൻ വന്ന ഇനി ഇതുപോലെ കേൾക്കേണ്ടി വരും. ചന്ദ്ര, നീ ഒന്ന് നിർത്തിക്കേ. ഇനി ഇതുപോലെ അനാവശ്യം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നീ അകത്ത് പോയേ. ഞാനാണല്ലോ പ്രശ്നം. ഞാൻ പോയേക്കാം. ഹലോ. ഞാൻ ജയശ്രീ കേസിന്റെ ഡീറ്റെയിൽസ് കിട്ടിയതെല്ലാം മെയിൽ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. എന്താണ് ഈ കേസ് ഇപ്പൊ നോക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ദുരൂഹ മരണങ്ങൾക്ക് പഴയ ജയശ്രീ കേസുമായി ചില കണക്ഷൻസ് ഉണ്ടോന്നൊരു ഡൗട്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ ഡീറ്റെയിൽസ് ചോദിച്ചത്. ഓക്കെ, അതിന് സാധ്യതയുണ്ട്. ആ സമയത്ത് അവരും ഏതോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെയായിരുന്നു. അതെ. പിന്നെ ഇന്ദ്ര ടിവിയിലെ പൃഥ്വിയുടെ കാര്യം പറഞ്ഞതില് എന്തെങ്കിലും ലീഡ് കിട്ടിയോ?
അയാളുടെ ഓരോ രീതികൾ വെച്ച് കേസിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തെങ്കിലും കിട്ടിയാൽ ഉടൻ വിളിക്കണം. ശരി, ഓക്കെ. ശരി. അഷി, എന്താ മോളെ ഈ സമയത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ ടെൻഷൻ ആവണ്ട. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു കാര്യം അമ്മയോട് പറയാൻ വിളിച്ചതാ. പറ, എന്താ കാര്യം? നാളെ അങ്ങോട്ട് വിരുന്ന് വരുമ്പോ കൊണ്ടുവരാനുള്ള ഡ്രസ്സുകളും മറ്റും പൂർണിമ ചേച്ചി തന്നെ വാങ്ങിക്കൊണ്ടുവന്നു. ആഹാ, അപ്പൊ പൂർണിമയ്ക്ക് ഞങ്ങളോടൊക്കെ സ്നേഹമുണ്ടല്ലേ? പക്ഷെ അതൊന്നും പൃഥ്വിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അധികാരം കൈവിട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് പൂർണിമ ചേച്ചി ഇങ്ങനെയെല്ലാം ചെയ്യുന്നേന്നാ പൃഥ്വിയുടെ അമ്മ പറയുന്നത്. അത് ശരിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ നിന്നെയും പൃഥ്വിയല്ലേ വിടേണ്ടത്? ഇവരെന്തിനാ എല്ലാം കൂടി ചെയ്യുന്നേ? അതെ, പൃഥ്വിയുടെ അമ്മ പറഞ്ഞപ്പോ അത് ശരിയാന്ന് എനിക്കും തോന്നി. അല്ലെങ്കിലും പൂർണിമ ചേച്ചി കുറച്ച് ഓവർ സ്മാർട്ടാ. തൽക്കാലം നീ പൂർണിമയോട് ഉടക്കാൻ നിൽക്കണ്ട. ചെന്ന് കയറിയ ഉടനെ നീ കാരണം ഒരു പ്രശ്നം ഉണ്ടായാ നീ ആ വീട്ടിൽ ഒറ്റപ്പെടും. കുറച്ച് സമയമെടുത്ത് നിന്റേതായ ഒരു സ്ഥാനം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് മാത്രമേ പൂർണിമയ്ക്കെതിരെ നിൽക്കാവൂ. ഞാനും അത് തന്നെ ഓർത്തത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൃഥ്വിക്ക് പൂർണിമ ചേച്ചിയോട് വലിയ കാര്യം. പൃഥ്വിയുടെ അമ്മയുടെ വാക്കുകളേക്കാൾ പൃഥ്വി വില കൊടുക്കുന്നതും അനുസരിക്കുന്നതും പൂർണിമ ചേച്ചിയുടെ വാക്കുകളെ. അതെ, അത് മാത്രമല്ല